നമുക്ക് വായിക്കാം. അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 5-6 വാക്യങ്ങൾ. Gospel according to Matthew chapter 28 verses 5 and 6. Amen. Praise the Lord. Hallelujah. ഇന്നത്തെ നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതായ വിഷയം, നമ്മുടേതായ വചനധ്യാനത്തിൻ്റെതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഹീ ലീവ്സ്, നമ്മുടെ കർത്താവ് ജീവനോട് ഉള്ളതിനാൽ എന്നുള്ളതായ വിഷയത്തെ ആധാരമാക്കിയാണ് അല്പസ്വയം നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. This morning the topic of the sermon is because he lives. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഹല്ലേലൂയ, കർത്താവിൻ്റെതായ ക്രൂശ് മരണം കഴിഞ്ഞു, കർത്താവിൻ്റെതായ അടക്കം കഴിഞ്ഞ്, ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഞായറാഴ്ച രാവിലെ ആമേൻ ഹല്ലേലൂയ താൻ സ്നേഹിച്ചതായ അല്ലെങ്കിൽ തന്നെ വളരെ ആമേൻ കരുതിയതായ പ്രിയപ്പെട്ടവർ കല്ലറയ്ക്കലേക്ക് കടന്നു വരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ ഹല്ലേലൂയ അവിടെ കടന്നു വരുന്നതാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. And what we read here is after the crucifixion, the burial, we see certain women coming to the tomb of Jesus. അപ്പോൾ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. And here we read that the angel said, fear not, he is not here, he is risen. ആമേൻ. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ എന്ന് പറഞ്ഞു. And says, as he said, he has risen up, he is not here, come take a look at where he was laid. ഈ പറയപ്പെട്ടതായ ആ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഈ പുനരുത്ഥാനം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ റിസറക്ഷൻ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയപ്പെടുന്നതായ വിഷയം ക്രിസ്ത്യാനിത്വം അതുവരെയും അവൻ ചിന്തിച്ചതായ ക്രിസ്തുവിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് ഉണ്ടായിരുന്നതായ ധാരണകളെല്ലാം മാറ്റി എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. And what we understand is crucifixion was not something they had heard of before, and it had rewritten everything that they understood and imagined about Christ. Can you go to the next slide? അവിടെ നമ്മൾ വായിക്കുന്നത് റിസറക്ഷൻ ചേഞ്ചസ് എവരിതിങ്, പുനരുത്ഥാനം എല്ലാത്തെയും മാറ്റുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. The first point we see here is that resurrection changes everything. അപ്പോൾ ഈ കർത്താവിന്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു സംഭവം മാത്രം, അതായത് നടന്നതായ ഒരു സംഭവം ഓർക്കുന്നത് മാത്രമല്ല, what we understand is not in just a historical fact. നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെതായ ഈ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ജയത്തെ ദൈവമായ കർത്താവ് ഹല്ലേലൂയ കാൽവറി ക്രൂശിലൂടെ ജയിച്ചതായ ആ ജയത്തെ വിളിച്ചറിയിക്കുന്നതായ ഒരു കാര്യം കൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. But we need to understand it is a greatest victory, and that announces a great achievement. നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ ഉയർപ്പ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ഒരു കാര്യമാണ്. It is the foundation. His resurrection is the foundation of our faith. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ രക്ഷയുടെ ഉറപ്പ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. His resurrection is the confidence that we have in salvation. ആമേൻ. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ ഉറപ്പ് നമ്മുടെ ജീവനുള്ള ദൈവത്തിൻ്റെതായ പ്രത്യാശയുടെ ഉറവിടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. And his resurrection is also the source of a hope for us. ഹല്ലേലൂയ. നാം ഒരു കാര്യം ചിന്തിക്കണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച ഇന്നും കല്ലറയിൽ തന്നെ ആയിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് പൽക്കാലം കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു സാവകാശം ലഭിക്കുകയില്ലായിരുന്നു. If he continued to remain in the tomb, we would not have come today and have worshipped him. അവൻ ക്രിസ്തീയ സഭയ്ക്ക് അവൻ മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകിച്ച് മറ്റൊരു സന്ദേശമായിട്ട് പറയുവാൻ തക്കവണ്ണം ഒന്നുമില്ലാതെ We would not have as a Christendom a different distinction between any other faith.
ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ ഉയർപ്പിൻ്റെതായ ശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയില്ല. Others would not have understood the power of resurrection that works in you and me. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നാൽ മൂന്നാം ദിവസം ഹല്ലേലൂയ റോമ ഗവൺമെന്റിന്റെതായ മുദ്ര പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ അടക്കപ്പെട്ടിരുന്നതായ ആ കർത്താവിൻ്റെതായ ശരീരം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റത് ഒരു പുതിയ സന്ദേശവുമായിട്ടാണ്. On the third day, the body, Jesus, he rose up, breaking the Roman seals and bringing a new message to us. ദൈവമേ, ഇന്ന് പൽക്കാലം നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, കർത്താവിനെ അടക്കിയതായ കല്ലറ് ഇന്നും ശൂന്യമായി കിടക്കുന്നത് എനിക്കും നിങ്ങൾക്കും നൽകുന്ന പ്രത്യാശ ചെറുതല്ല, ഏറ്റവും വലിയ പ്രത്യാശയാണ്. That empty tomb gives us such a great hope. It's not an empty promise. അവൻ അവിടെ ശവത്തെ കാണുവാൻ കഴിയില്ല, അത് എംജി ആണ്. അത് വിളിച്ചറിയിക്കുന്നത് ഹല്ലേലൂയ ക്രിസ്തുവിൽ മരിച്ചവര് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായ സന്ദേശമാണ്. There is no body there, it is empty, and it gives us this message that those who trust in him will be resurrected one day. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് പുരുഷാരത്തോട് സംസാരിച്ചപ്പോൾ ഇതൊക്കെയും അവരോട് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. When Jesus was on earth, he spoke to the crowds about this message. എന്നാൽ പലപ്പോഴും വിശ്വാസികൾക്കോ അല്ലെങ്കിൽ ശിഷ്യന്മാർക്കോ തന്നെ അനുഗമിച്ചതായോ പുരുഷാരത്തിനോ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയാതെ അവരുടെ ബുദ്ധിക്ക് അത് മറവായിരുന്ന കാര്യമായി. It was incomprehensible for even the disciples or for the crowd. They could not understand it. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ എന്തൊക്കെ തൻ്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, തൻ്റെ അവസ്ഥയെക്കുറിച്ച് തൻ്റെതായ സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അത് ഒന്നുപോലും കളവല്ല, അതെല്ലാം സത്യമായിരുന്നു എന്ന് ഹല്ലേലൂയ തെളിയിക്കുന്നതായ ഒരു തെളിവാണ് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. We will understand this, that when Jesus was on earth, whatever he spoke about himself or the Father, everything came true, and the resurrection is also proof of whatever he said. അവൻ കർത്താവിൻ്റെതായ ഉയർത്തെഴുന്നേൽപ്പ് ഇന്നും നമ്മളോട് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ സന്ദേശമുണ്ട്. ആ സന്ദേശം എന്നത് ചോദിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ അനുഗമിക്കുന്നവൻ ഒരു നാളും ഹല്ലേലൂയ നിത്യമായ നരകത്തിലേക്കല്ല, നിത്യമായ ജീവങ്കിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവേശ കവാടത്തില് നിത്യതയിലും ആണ് എന്നുള്ളതായ അവൻ ഭയങ്കരമായ ഹല്ലേലൂയ ഒരു സന്ദേശമാണ് അറിയിക്കുന്നത്. The message of the tomb, the empty tomb, is this, that those who follow him, there is no eternal destruction, but there is eternal life waiting for them. എന്നാൽ ഇന്ന് പൽക്കാലം പലപ്പോഴും ക്രിസ്തുവിലൂടെയുള്ളതായ ഹല്ലേലൂയ പ്രത്യേകമായ വിടുതൽ മനസ്സിലാക്കുവാൻ കഴിയാതെ അനേക പ്രിയപ്പെട്ടവര് ഇന്നും നിരാശയിലും ദുഃഖത്തിലും ഹല്ലേലൂയ പടുകുഴികളിലും അവൻ അകപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സന്ദേശത്തിന് ഹല്ലേലൂയ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെതായ സന്ദേശത്തിന് പറയുവാനുള്ളത്, ഇന്നും ആ ക്രിസ്തുവിൻ്റെതായ ശക്തി വെളിപ്പെടേണ്ടതായ നിലയിൽ വെളിപ്പെട്ടു വരുന്നതാണ് എന്നുള്ളതാണ്. When many are living in hopelessness, the resurrection gives us this message. There is hope for us, but many have still not fully understood and have lived up to it. ദൈവമേ, ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത് ഹല്ലേലൂയ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ എനിക്കും നിങ്ങൾക്കും പ്രത്യാശയുണ്ട്. Because he rose up, you and we have hope. ഹല്ലേലൂയ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ ആ കർത്താവ് ഇന്ന് നമുക്ക് കല്ലറയിൽ കാണുവാൻ തക്കവണ്ണം കഴിയുവാൻ കഴിയയില്ല. ഹല്ലേലൂയ ഇന്ന് ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തു എന്റെയും നിങ്ങളുടെയും ഹല്ലേലൂയ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്ന് ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും ഉറപ്പോടുകൂടെ പറയുവാൻ തക്കവണ്ണം കഴിയും. Oh, he has risen up, he lives in our hearts, and we can say with certainty that he is resurrected. കർത്താവിൻ്റെതായ ആ ഉയർപ്പ് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ,
His resurrection tells us this. അവൻ മരിച്ചുപോയ ഹൃദയങ്ങൾക്ക്, മരിച്ചുപോയ അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങൾക്ക്, അല്ലെങ്കിൽ ഭവനങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് ക്രിസ്തു മുഖാന്തരം ഒരു ഉയർപ്പുണ്ട് എന്നുള്ളതായ മാറ്റമില്ലാത്ത സത്യമാണ് ഇവിടെ അറിയിക്കുന്നത്. Those families, those people who have lost hope, there is hope for him, and that is what the resurrection tells. എന്നിലും നിങ്ങളിലും ഹല്ലേലൂയ പണ്ട് ഉണ്ടായതായ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ മരിച്ചുപോയി, ഇല്ലാതായി പോയി എന്ന് തോന്നിക്കുന്നതായ അവന് ഏതെങ്കിലും വിധത്തിലുള്ളതായ സാഹചര്യമുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആലോചനയ്ക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത്, അത് മരിച്ചത് അവസാനമല്ല, അതിനൊരു ഉയർപ്പുണ്ട് എന്ന് വിളിച്ചറിയിക്കുകയാണ്. For those whose dreams are crushed, who have lost the vision this morning, there is a hope for you. That is what the resurrection tells. ദൈവമേ, ഞാൻ ഇന്നുകൂടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവം ജീവനോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് നാളെ വളരെ ധൈര്യം നേടുവാൻ തക്കവണ്ണം ദൈവം കൃപ തരും. Because our God is alive, we have the confidence to face tomorrow. അവർ കർത്താവ് അവർ മരണത്തെ ജയിച്ചത് കൊണ്ട്, പാപത്തെ ജയിച്ചത് കൊണ്ട്, പാതാളത്തെ ജയിച്ചത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഹല്ലേലൂയ പാപത്തിന്മേൽ ക്രിസ്തു മുഖാന്തരം ജയം നേരിടും, അതായത് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. Because he conquered death, because he conquered grave, we are able to conquer the sin that binds us. ദൈവമേ, മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, നമ്മുടെ കർത്താവ് ജീവനോട് കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ നമ്മുടേതായ ദുഃഖത്തിനൊരു അറുതി വരും, ഹല്ലേലൂയ നമ്മുടെ പ്രശ്നത്തിനൊരു അറുതി വരും, ഹല്ലേലൂയ അതിനൊരു അവസാനമുണ്ടാകും. ഹല്ലേലൂയ ഞാനും നിങ്ങളും അവൻ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അവൻ പ്രത്യാശയുടെ നങ്കൂരമാണ്, പ്രത്യാശയുടെ ഗോപുരമാണ്. ആ ഗോപുരത്തെ, ആ ദൈവത്തെ ആശ്രയിക്കുന്നവർ ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല. He is the anchor of our faith. He is the tower of our faith. For those who put their trust in him, they will never be disappointed. അവർ അതുകൊണ്ട് ഇന്ന് വൽക്കാലം നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ചത്ത് മൺമറഞ്ഞ ഒരു കർത്താവല്ല. ഹല്ലേലൂയ അവൻ കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ മരണത്തെ വെന്നുകൊണ്ട് ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റതായ കർത്താവിനെയാണ് We do not ആരാധിക്കുന്നത്. serve a dead God. We serve a God who was crucified on Calvary. On the third day, he rose up from dead. ഇന്ന് പൽക്കാലം നമ്മുടെ ആരാധിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ വാക്തത്വം പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. This morning, as we worship here, the word tells us he is present here. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ അതായത് ഞങ്ങളുടെ കൊച്ചുമകളോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ ഹല്ലേലൂയ, ഞാൻ പ്രസംഗം ഇങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ എഴുതി കമ്പ്യൂട്ടറിൽ ഇങ്ങനെ സ്ലൈഡൊക്കെ ഇങ്ങനെ തയ്യാറാക്കുന്നതായ സമയത്ത് അവൾ ഒന്ന് ഇത് വായിക്കുവാൻ തക്കോണമിടയായി. The other day when pastor was with his grandkids and he was preparing for the sermon and preparing on the computer the slides. അപ്പോൾ ഈ സ്ലൈഡ്സ് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് പല ചോദ്യങ്ങൾ വായിച്ചിട്ട് എന്താണെന്നൊക്കെ അവൾ പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി. And the grandkids, when they saw the slide, they were asking many questions. അപ്പോൾ ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെതായ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മോളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ കർത്താവിൻ്റെതായ അപ്പിയറൻസ്, കർത്താവിൻ്റെതായ അവൻ കർത്താവ് എങ്ങനെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുമെന്നുള്ള കാര്യം ഞാൻ അവളോട് പറയുകയുണ്ടായി. And pastor was explaining to the granddaughter about how Jesus was clothed and how we could see him. ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ വചനം പറയുന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും കർത്താവിടെ മധ്യത്തിലുണ്ടെന്നാണല്ലോ. And pastor said where 2 or 3 are gathered, Jesus is present in the midst of them. അപ്പോൾ മോൾ ചോദിച്ചതായ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല?
പറ്റുന്നില്ല? So the granddaughter asked, why can't I see with my eyes? അത് ഒരു നല്ല ചോദ്യമാണല്ലേ. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ അത് കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല? It's a wonderful question. Why can't we see him with our eyes? ശിഷ്യന്മാർക്ക് കർത്താവിനെ കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞായിരുന്നു. The disciples saw Jesus with their eyes. അതായത് പുരുഷാരത്തിന് കർത്താവിനെ കാണുവാൻ തക്കവണ്ണം The കഴിയുമായിരുന്നു. crowd could see Jesus with their eyes. കർത്താവ് രോഗികളെ സൗഖ്യമായപ്പോൾ കർത്താവിനെ അവർക്ക് നേരിട്ട് കാണാമായിരുന്നു. When Jesus healed the sick, they could see him. എന്നാൽ ഇപ്പോൾ നമുക്ക് കർത്താവിനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. But today we cannot see him. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവ് ഇപ്പോൾ ശരീരത്തിൽ നമ്മോടൊപ്പമില്ല, എന്നാൽ ആത്മാവിലാണ് കർത്താവ് നമ്മോടൊപ്പമായിരിക്കുന്നത്. And pastor explained to the child that he's not physically present, but he is spiritually, as a spirit he is present. നമ്മുടെ ശാരീരികമായ കണ്ണുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കർത്താവിനെ കാണാൻ കഴിയുകയില്ല. We cannot see him with our physical eyes right now. ഹല്ലേലൂയ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവമായ കർത്താവ് തൻ്റെതായ പ്രത്യക്ഷത പലർക്കും നൽകിയിട്ടുണ്ട്, ദർശനങ്ങളിലൂടെ നൽകിയിട്ടുണ്ട്, സ്വപ്നങ്ങളിലൂടെ നൽകിയിട്ടുണ്ട്, പ്രത്യേകമായ ഇവന്റ്സിലൂടെ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുകയുണ്ടായി. And pastor explained how Christ, despite that, has revealed to many in the dreams and visions and even in specific circumstances. എന്നാൽ നമ്മുടെ ആത്മീയമായ കണ്ണുകൾ കൊണ്ട് നമ്മുടെ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം കഴിയും. But we are able to see him with our spiritual eyes. അവൻ നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു, നമ്മുടെ ആത്മീയമായ ശരീരത്തിന് അവൻ കർത്താവിൻ്റെതായ സ്പർശനം ഏൽക്കുവാൻ തക്കവണ്ണം കഴിയും. And we are able to experience this touch in a spirit, in a spiritual experience. അപ്പോൾ ഈ കാര്യമാണ് ഞാൻ മോളോട് പറയുവാൻ തക്കവണ്ണം ഇടയായത്. The pastor explained all this to the child. അവൻ ദൈവമേ, ഇന്ന് പൽക്കാലം എനിക്കും നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, നമ്മുടെ ഈ ഭൗതികമായ കണ്ണുകൊണ്ട് നമ്മുടെ കർത്താവിനെ കാണാൻ കഴിയുന്നില്ല. This morning I tell you the same, you cannot see him with your physical eye now. എന്നാൽ നമ്മുടെ ആത്മീയമായ കണ്ണുകൊണ്ട് നമ്മുടെ കർത്താവിനെ ദർശിക്കുവാൻ തക്കവണ്ണം കഴിയും. But you would be able to see him through your spiritual eye. അവൻ ഹല്ലേലൂയ കർത്താവിൻ്റെതായ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്നതായ പ്രത്യാശ ഇതാണ്. And that is the hope the resurrection gives. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, because he lives our sins can be forgiven. നമ്മുടെ കർത്താവ് ജീവിക്കുന്നതിനാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. And the point I want to emphasize, because he lives, our sins can be forgiven, and that is what we read in the word. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 Corinthians chapter 15 verse 17. ഒന്ന് വായിക്കാമോ? ആ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. And we read, if Christ has not been raised, your faith is futile, you are still in your sins. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വേദഭാഗം വായിക്കുമ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. Hebrews chapter 9 verse 28. ആമേൻ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് വായിച്ചാട്ടോ. So Christ was sacrificed once to take away the sins of the many people, and he will appear a second time, not to bear sin, but to bring salvation to those who are waiting on him. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെതായ ആ ത്യാഗ മരണം, ക്രൂശിലെ മരണം എന്ന് പറയുന്നത് ഹല്ലേലൂയ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ഹല്ലേലൂയ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. And what we read in these verses is that the sacrificial death of Jesus was his sacrifice. നമ്മൾ റോമാലേഖനത്തിൽ മറ്റൊരു വേദഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, പാപത്തിൻ്റെതായ ശമ്പളം മരണമാണ് എന്നുള്ളത്. We read in Romans, for the wages of sin is death. എന്നാൽ നാം പാപത്താൽ ശിക്ഷിക്കപ്പെട്ട് നിത്യമായ ന്യായവിധിക്ക് തമ്മിൽ നീക്കപ്പെട്ടവരായിരുന്നപ്പോൾ എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം
തന്റെ പുത്രനെ കാൽവറിയിൽ യാഗമാക്കുവാൻ ദൈവത്തിന് തിരുമനസ്സായി. And when we were destined for eternal damnation, his sacrificial death on the cross saved us. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ ക്രൂശ് മരണം ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരമായി അർപ്പിക്കപ്പെട്ടതായ ഒരു ബലിയായി അർപ്പിക്കപ്പെട്ടതായ ഒരു യാഗമായി ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. So we see his death was a sacrifice on behalf of all humanity. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെതായ ഉയർപ്പ് വിളിച്ചറിയിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെതായ മരണത്തെ ക്രൂശ് മരണത്തെ പിതാവായി ദൈവം പ്രായശ്ചിത്ത മരണമായി അംഗീകരിച്ചു എന്നുള്ളതിൻ്റെതായ ഒരു റെസിപ്റ്റ് ആണ് ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയപ്പെടുന്നത്. And therefore then we understand the resurrection means that our Father God has accepted the death of Christ as a sacrifice. ഹല്ലേലൂയ. നമ്മൾ ഒരു സ്റ്റോറിൽ ചെന്ന് ഒരു സാധനം വാങ്ങിയാൽ ആ പൈസ കൊടുത്തു എന്നുള്ളതിന് ഒരു റെസിപ്റ്റ് നമുക്ക് ലഭിക്കാറുണ്ട്. If we go to a store and make a purchase and pay for it, we get a receipt for it. ഹല്ലേലൂയ. റെസിപ്റ്റ് കൊണ്ട് അതിൻ്റെതായ അർത്ഥം എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ പൈസ മൊത്തമായി പെയ്ഡ് ഇൻ ഫുൾ അവൻ മൊത്തമായി കൊടുത്തു എന്നുള്ളതിനെ വിളിച്ചറിയിക്കുന്നതാണ് ആ റെസിപ്റ്റ്. The receipt is the proof that you have paid for everything paid in full. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ പാപിയായ ഞാനും ഹല്ലേലൂയ നിങ്ങളും ക്രിസ്തുവിനെ അംഗീകരിച്ച് ഹല്ലേലൂയ ക്രൂശ് മരണത്തിലൂടെ നാം കർത്താവിന്റെ അടുക്കലേക്ക് വന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവിന്റെ ക്രൂശ് മരണം ഹല്ലേലൂയ ന്യായവിധിയെ എടുത്തു മാറ്റി എന്നുള്ളതാണ് അറിയിക്കുന്നത്. And you and I as sinners, if we can approach him through the cross, the judgment will be removed from us. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ ന്യായവിധികൾ തള്ളിവിടപ്പെട്ട് അല്ലെങ്കിൽ പുറത്താക്കപ്പെടേണ്ടതാണ് ആയിരുന്നു. എന്നാൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ എൻ്റെ കർത്താവ് ഹല്ലേലൂയ അതിന്റെ വില മൊത്തമായി കൊടുത്ത് എന്നെയും നിങ്ങളെയും ക്രിസ്തുവിലൂടെ സ്വതന്ത്രരാക്കി എന്നുള്ളതാണ്. We would have been damned in hell, but he paid the price on the cross and we were redeemed and saved. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് കർത്താവ് അവസാനമായി ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, it is finished. ഹല്ലേലൂയ നിവൃത്തിയായി എന്നുള്ളത്. അപ്പോൾ പാപത്തിന് പരിഹാരം ഹല്ലേലൂയ കാൽവറിയിൽ നമുക്ക് വേണ്ടി കർത്താവ് നിവൃത്തിയാക്കി. When Jesus was on the cross, he cried out, it is finished, which means our payment for sins were paid. അവൻ ഇതിനു വേണ്ടി നമ്മൾ ഒന്നും ഹല്ലേലൂയ അങ്ങോട്ട് ചെയ്തതല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെതായ കൃപ എന്ന് മാത്രം. നാം നമ്മുടെ ശക്തിയാൽ നേടിയതല്ല, ബുദ്ധിയാൽ നേടിയതല്ല, ദൈവത്തിന്റെ കൃപ എന്ന് മാത്രമാണ്. And this sacrifice, this redemption was not something we earned through our intellect, but it was given through grace. ഹല്ലേലൂയ ഇത് നമ്മെ വിളിച്ചറിയിക്കുന്നതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ no sinner is beyond mercy. ഹല്ലേലൂയ no pass beyond ഹല്ലേലൂയ recovery or cleansing എന്നുള്ളതാണ്. ഒരു പാപി പോലും ഹല്ലേലൂയ കർത്താവിനെ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു പാപിയുമില്ല. There is no sinner which is beyond mercy and no one's passed beyond cleansing. അവൻ കർത്താവിന് അവർ കഴുകി വൃത്തിയാക്കുവാൻ കഴിയാത്തതായ ഒരു ദുഷ്പ്രവൃത്തിയും ഇല്ല എന്നുള്ളതാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. And what it announces, there is no wickedness that his death cannot cleanse. അതുമാത്രമല്ല കർത്താവിന് മാറ്റം വരുത്തുവാൻ കഴിയാത്ത ഒരു വ്യക്തികളുമില്ല. And there is not a single person that he cannot transform. നമുക്കറിയാം പത്രോസിനെ കുറിച്ച് കൂടെ നടന്ന പത്രോസ് ഹല്ലേലൂയ അവൻ കർത്താവിനെ
അത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായ സമയത്ത് പത്രോസിനെ കാണുന്നത് അകലം വിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിട്ട് We see Peter who walked with Jesus, but at the time he distanced himself from Jesus. ഹല്ലേലൂയ. എന്നാൽ ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, ആ യോഹന്നാന്റെ സുവിശേഷം 21-ലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ പത്രോസിനെ ഒന്ന് റിസ്റ്റോർ ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവ് അവന്റെ പിന്നാലെ പോയി അവനെ റിസ്റ്റോറേഷനിലേക്ക് അവൻ മടക്കി അവനെ ഒന്ന് പുനരുദ്ധരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. And we see Jesus after his resurrection, he pursues John and he tries to get him back. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ ക്രിസ്തുവിനെ വിട്ട് അകന്നാണ് ജീവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, അത് നിങ്ങൾ എത്ര അകന്നു പോയാലും ഹല്ലേലൂയ ക്രിസ്തു നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഹല്ലേലൂയ റിസ്റ്റോർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ്. If anyone who is far from Jesus is pursuing you. He wants to restore and reinstate you. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് our fear can be replaced with hope. Hallelujah. അവൻ നമ്മുടെ ഭയത്തെ പ്രത്യാശയാക്കി മാറ്റുവാൻ കർത്താവിന്റെ ഉയർപ്പിന് കഴിയും. The resurrection can replace your fear with hope. Hallelujah. ആ ഒന്നാമത്തേതായ റിസറക്ഷൻ മോർണിംഗിൽ ആ ഉയർപ്പിന് പ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ അവൻ സഹോദരിമാരും അതുപോലെ ക്രിസ്തു സ്നേഹിച്ചതായ ശിഷ്യന്മാരുമെല്ലാം ആകപ്പാട് ഭയവിഹുലരായി ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. We understand that morning the women who comes to the tomb, the disciples, they were in fear and perplexed. അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യം, ആഴ്ചവട്ടത്തിൻ്റെതായ ഒന്നാം നാൾ ഹല്ലേലൂയ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് അവരെ കുറിച്ച് വായിക്കുന്നത് അവർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. And we see the disciples were in fear of the Jews and they closed themselves in the room. Jesus appears and stands in the midst of them and says, peace be unto you. ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൻ്റെതായ ഏതെങ്കിലും തുറകളിൽ ഞാനും നിങ്ങളും ചിലപ്പോൾ പരസ്യമായി പറയാത്ത നിങ്ങളെ ഭയവിഹുലരാക്കുന്ന നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഏത് സംഗതികളുടെ മുമ്പിലും എൻ്റെ ദൈവത്തിന് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ഒരു വർത്തമാനമുണ്ട്. മകനെ മകളെ പേടിക്കേണ്ട, ജീവൻ നൽകിയ ദൈവം ഉയർത്തെഴുന്നേറ്റതായ കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട. You may be in fearful situations, but Jesus who died, the Jesus who rose up, he stands there and tells you, do not be afraid. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ അവൻ ഭയവിഹുലരായ കണ്ണുനീരോടുകൂടെ കരഞ്ഞ എല്ലാം തീർന്നു പോയെന്ന് അവൻ തോന്നിയതായ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതായ സന്തോഷ വാർത്തയാണ് അവരെ കേൾപ്പിക്കുന്നത്. To the frightened disciples who are in tears, Jesus stands and tells them, do not be afraid. അവരുടെ കണ്ണീരിനെ ദൈവം സന്തോഷമാക്കി മാറ്റി. He turned their tears into joy. അവരുടെ ഭയത്തെ ധൈര്യമാക്കി മാറ്റി. He turned their fear into courage. അതാണ് അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്നൊരു പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ തക്കവണ്ണമുള്ളത് ഓരോ വിശ്വാസിയോട്, അത് നിങ്ങൾ കടന്നു പോകുന്നതായ സാഹചര്യത്തിൽ നിങ്ങളുടെ ഏതു സാഹചര്യമാണെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, നിങ്ങൾ അധൈര്യപ്പെടേണ്ട, ധൈര്യമുള്ളവരായിരിക്കുക, ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോടൊപ്പമുണ്ട്. To anyone who is afraid this morning, Jesus is telling you, do not be afraid, do not lose your courage, he is with you. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ബൈബിളിലുള്ളതായ ഹല്ലേലൂയ പ്രത്യാശ എന്ന് പറയപ്പെടുന്നത് അത് വെറും ഒരു വെറും ആഗ്രഹ ചിന്തയല്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദാനത്തിലും ശക്തിയിലും അടിസ്ഥാനമിട്ട ഉറച്ച ഒരു പ്രതീക്ഷയാണ്.
When we read Bible, hope is not wishful thinking. It is a confident expectation that is grounded in the Word of God. ആമേൻ, ഹല്ലേലൂയ. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. നമ്മുടേതായ ഈ പ്രത്യാശ എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളതായി നിലയിലല്ല. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവവചനം നമുക്ക് ആ പ്രത്യാശയ്ക്ക് അടിവരയിടുന്നു. ആ പ്രത്യാശ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും it will come to pass. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിരിക്കുകയും. And it is underlined in the Word that there is hope, and if you have it in due time, you will experience that in your life. അവൻ കല്ലറയ്ക്ക് അടുക്കലേക്ക് കടന്നു വന്നതായ അവൻ ഹല്ലേലൂയ മഗ്ദല മറിയയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, അവൾ വളരെ വ്യാകുലപ്പെട്ട സങ്കടത്തോടു കൂടെയാണ് കടന്നു വന്നത്. പക്ഷേ വന്നതുപോലെയല്ല മടങ്ങിപ്പോയത്. സന്തോഷവതിയായിട്ടാണ് മടങ്ങിപ്പോകുവാനിടയായത്. When Mary comes to the tomb, she is frightened, she is perplexed, but when she goes back, she is a changed person. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. As I said, God is here in our midst. നിങ്ങൾ ഏത് വിധത്തിലുള്ളതായ അധികം പ്രയാസത്തോടു കൂടെ നിങ്ങൾ ആയിരിക്കുന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. And God knows whatever troubles you are in. നിങ്ങളുടേതായ കൺഫ്യൂഷൻ എന്തെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. Only God knows the confusion that you may be in. നിങ്ങളുടെ ചോദ്യങ്ങൾ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. Only God knows the questions you have. എന്നാൽ സകലത്തെയും അറിയുന്ന കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ സകല ചിന്താകുലവും ഹല്ലേലൂയ മാറ്റിക്കൊണ്ട് നിങ്ങളെ സന്തോഷവും ഉള്ളതാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് കഴിയും. But God who understands you, His word is enough for you to change your situation. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, I mean we have power for a new life. ഒരു പുതിയ ജീവിതത്തിനുള്ളതായ ശക്തി കർത്താവിൻ്റെതായ ഉയർപ്പിനാൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. The third point is we have power for a new life. ഹല്ലേലൂയ. അവൻ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഹല്ലേലൂയ, അവൻ ഇത് നമുക്ക് കർത്താവിന്റെ ക്രൂശ് മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഹല്ലേലൂയ, നമ്മൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നവരല്ല. നമുക്കൊരു നിത്യതയുണ്ട്. ക്രിസ്തു മുഖാന്തരം ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. The death on the cross says it does not end here, but there is an eternity for us beyond this life. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ അല്പം ഒന്ന് മെച്ചപ്പെടുത്തുവാനായിട്ടല്ല നമ്മുടെ കർത്താവ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. Jesus is not here to slightly improve our life. ഹല്ലേലൂയ. നമ്മുടേതായ ജീവിതത്തെ പുതിയ പുത്തൻ ഉണർവ് നൽകുവാനായിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. But He is come to revive us with a new life. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ ഹല്ലേലൂയ സ്വഭാവത്തെ നമ്മുടെ കർത്താവ് മാറ്റും. He will change your character. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം മാറ്റും. He will change your desires. നമ്മുടെ വാക്കുകളെ ദൈവം മാറ്റും. He will change your words. നമ്മുടെ പ്രയോറിറ്റീസ് കർത്താവിന് മാറ്റാൻ കഴിയും. He can change your priorities. അവൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആകപ്പാടെ മാറ്റം വരുത്തുവാൻ ഈ ഉയർപ്പിന്റെ ശക്തിക്ക് കഴിയും. The power of resurrection can transform your life. നമുക്കറിയാം, ഹല്ലേലൂയ, പൗലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസ് ക്രിസ്ത്യാനികളെ മുടിക്കുവാൻ തക്കവണ്ണം, അവരെ ഇല്ലാതാക്കുവാൻ, അവരെ തേച്ചു മായ്ച്ചു കളയുവാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു അവൻ ശൗൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We know Paul, who was Saul, and he was set out to destroy all the Christians. എന്നാൽ ക്രിസ്തുവിൻ്റെതായ സ്നേഹം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെതായ സ്നേഹം അദ്ദേഹത്തെ പാടെ മാറ്റിമറിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. But when the love of Christ comes into him, we see his life being transformed. അവൻ അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തെ ആകപ്പാടെ മാറ്റി ഒരു പുത്തൻ ഉണർവ് തന്റെ ജീവിതത്തിലേക്ക് നൽകുന്നത് കാണാൻ തക്കവണ്ണം കഴിയും. We see his life being renewed by that love. ദൈവമേ, ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ആ പുതിയ പുത്തൻ ഉണർവാണ് എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നത്. And it is that renewal, that revival that gives us the hope in life. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കാൻ
ഉറപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്. We have victory over death. ഹല്ലേലൂയ. മരണത്തിന്മേൽ നമുക്ക് ഒരു ജയമുണ്ട്. The fourth point is we have victory over death. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഈ ഉയർപ്പ് അതായത് ഉയർപ്പിൻ്റെതായ സന്ദേശം നമ്മളെ അറിയിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമുക്ക് ദുഃഖമില്ല എന്നുള്ളതല്ല. ഹല്ലേലൂയ. നമുക്ക് ദുഃഖമുണ്ടായിരിക്കും, എന്നാൽ ദുഃഖത്തിനപ്പുറത്തൊരു പ്രത്യാശയുണ്ട്. The resurrection does not mean that there is the end of sorrow, but it means there is hope beyond that sorrow. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല എന്നുള്ളതാണ്. In other words, death is not the end of us. ഈ ലോകത്തിലെ ആൾക്കാർ പറയുന്നത് പോലെ മരണം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നുള്ളതല്ല. മരണം കഴിഞ്ഞാൽ നമുക്കൊരു നിത്യതയുണ്ട്. The many in this world say this death is the end of everything, but for us there is a life beyond death. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനായിരിക്കുന്ന കർത്താവാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. It is Jesus who holds the key to death and life that was risen up. അവൻ മരണം ഇനി നമ്മുടെ യജമാനനല്ല. Death no longer owns us. അവൻ അതിന് പകരം നമ്മുടെ കർത്താവാണ് നമ്മുടെ യജമാനൻ. But Christ owns us. ഹല്ലേലൂയ. നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ഒരു കല്ലറ എന്ന് പറയപ്പെടുന്നത് ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു നാൾ നാം കല്ലറ വിട്ട് അത് മരിച്ചവര് അവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്നവർ പുനരുത്ഥാനം പ്രാപിച്ച് രൂപാന്തരം പ്രാപിച്ച് ഹല്ലേലൂയ കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. This is our hope. The grave is only a resting place, but those who are redeemed and trust in him, one day we will be taken up with him in heavens. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവ് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വാസ്തവം തന്നെയായിരുന്നു. Whatever Jesus has said has come true. അങ്ങനെയാണെങ്കിൽ കർത്താവ് തിരികെ വരുമെന്ന് പറഞ്ഞതും വാസ്തവമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. Then what is said that he will come again is true. One of these days he is coming back again. കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മുടെ കർത്താവിനോടൊപ്പം എടുക്കപ്പെടണമെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. കർത്താവിന് അംഗീകരിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കണം. If we want to be taken up, any life is not good enough. We must live according to his words. അവർ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ഹല്ലേലൂയ തന്റെ സ്വന്തം ജനത്തെ എടുക്കുവാനായിട്ടാണ്. Jesus is coming back to take his own people with him. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് നടക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം ജാഗ്രത ഉള്ളവരായി ദൈവകൃപയിൽ നടക്കുവാൻ, ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. Let us live with caution, with hope that when he comes back, we will be with him. കർത്താവ് ജീവിച്ചത് കൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കും. Because he lives, you and I will live. അവൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാമും കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരം പ്രാപിച്ച നിത്യമായി കർത്താവിനോടൊപ്പമായിരിക്കും. Because he is resurrected, one day we will also rise up and we will live with him in eternity. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. Hallelujah. It's time for praise and worship. Praise the Lord. Hallelujah.